2024 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് മാത്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിൻ്റെ വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വേഗത കാണാൻ ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. അപ്പോൾ ദൂരം എന്ന് വെച്ചാൽ 250 പ്ലസ് 150, അതായത് 250 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്ന് പറയുമ്പോൾ 150 നീളമുള്ള പാലം എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ദൂരം. അതേ ഡിവൈഡഡ് ബൈ സമയം 30 സെക്കൻഡാണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. നമുക്ക് കിലോമീറ്റർ ആക്കണം. അതുകൊണ്ട് തന്നെ ഇൻറ്റു 18/5 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ 48 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇവിടെ 10നും 100നും ഇടയെന്ന് വെച്ചാൽ 10 കഴിഞ്ഞ് 12ാമത്തെ സംഖ്യയാണ് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അപ്പം അത് ആദ്യ സംഖ്യ. അവസാന സംഖ്യ എന്ന് വെച്ചാൽ 99. അപ്പം ആദ്യ സംഖ്യ ആദ്യ പദം മൈനസ് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അവസാന പദം എന്ന് വെച്ചാൽ 99 മൈനസ് 12 ഡിവൈഡഡ് ബൈ 3 ആണ്. 3 കൊണ്ടാണ് നിശേഷം. അപ്പം ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 ആണ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 30 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 4000 രൂപ 10% പലിശ നിരക്ക് ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കാം? ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 6 എന്നതാണ് ഇരട്ടിയാകാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ 100 ഡിവൈഡഡ് ബൈ 6 എന്ന് വെച്ചാൽ പലിശയാണ്. 10% ആൻസർ എന്ന് പറയുന്നത് 10 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വിലയ്ക്ക് കുറയ്ക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര രൂപ? അപ്പോൾ നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ചാൽ 500 ഇൻറ്റു 15% വില കൂട്ടി. അപ്പോൾ 115 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15% കുറച്ച്. അപ്പോൾ 100ൽ നിന്ന് 15 കുറയ്ക്കുക. അപ്പോൾ 85 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് 488.75 കിട്ടും. അത് 500 രൂപയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 11.25% നഷ്ടമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4x = 4 ഡിവൈഡ് ബൈ 2x ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യന് നമ്മൾ 4xനെ 2^2 എന്ന് പറഞ്ഞു ഇക്വേഷനിലാക്കി ചെയ്യുമ്പോൾ ആൻസർ 2 ഡിവൈഡ് ബൈ 3 എന്നാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിൽ സമയം 8 മണി 10 മിനിറ്റ് എങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് വരുത്താം. അത് കാണാനുള്ള ഇക്വേഷൻ 30h മൈനസ് 11/12 m എന്നാണ്. ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ 185 ഡിഗ്രി കിട്ടും. അടുത്തത് ഡിവൈഡ് എന്നാലും മൈനസ് എന്ന് ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. അടുത്ത ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്ര ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 11 × 6.60 ഇതിനെ 1/10 കൊണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് 10:50 എന്ന് കിട്ടും. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഫ്രെയിമിനു ചിത്രം എങ്ങനെയോ അങ്ങനെയാണ് എന്ന് വെച്ചാൽ പുറം ചട്ടയ്ക്ക് പുസ്തകം എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ വി ഹാവ് മൂവ്ഡ് ഡാഷ് ഫ്രം ദ ലൊക്കേഷൻ. ഇവിടെ ആൻസർ അവർ സെൽഫ്സ് ആണ്. വി വന്നു കഴിഞ്ഞാൽ വിയുടെ കൂടെ എപ്പോഴും നമ്മൾ അവർ സെൽഫ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. സ്ലീപ്പിംഗ് അതായത് അടിയിൽ എന്നർത്ഥത്തിൽ ആൻസർ വരുന്ന അണ്ടർ ആണ്. ആൻസർ അണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം. ആൻസർ വരുന്ന ഹാർഡ് റീച്ച്ഡ് എന്ന്. അതായത് കഴിഞ്ഞ കാലത്തെ 2 പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പൂർത്തി ആദ്യം നടന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും എന്നാൽ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഹാർഡ് റീച്ച്ഡ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് ചൈൽഡ്. ഇവിടെ ആൻസർ വരുന്നത് ചൈൽഡ് വെൻ ഐ വാസ് ചൈൽഡ് എന്നാണ്. ആൻസർ കുഡാണ് വരുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതാനാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു എന്നാണ് ഷി സെഡ്. ഇതിൻ്റെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുന്നത്. അതായത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷി സെഡ് എന്ന് പറയുമ്പോൾ ഷി സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ്